കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ IT സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസും സേവനങ്ങൾ നൽകാതെ തന്നെ കോടിക്കണക്കിന് രൂപ പ്രതിഫലമായി ലഭിച്ചുവെന്ന കണ്ടെത്തലിൽ നിന്നാണ് മാസപ്പടി വിവാദത്തിന്റെ തുടക്കം. ആദായനികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലുകളാണ് ഈ വിവാദത്തിന് ആധാരമായത്. CMRL കമ്പനിയിൽ നടത്തിയ പരിശോധനയിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പുറമെ വീണ വിജയനും അവരുടെ കമ്പനിക്കും വൻതുക നൽകിയതായി രേഖകൾ കണ്ടെത്തി. എക്സാലോജിക് കമ്പനി CMRL സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയെന്നാണ് വാദിച്ചതെങ്കിലും അത്തരം സേവനങ്ങൾ ഒന്നും നൽകിയിട്ടില്ലെന്നും വെറും കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പണം കൈമാറുകയായിരുന്നുവെന്നുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഇത് നിയമവിരുദ്ധമായ പണമിടപാടാണെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്ര ഏജൻസിയായ ED കേസ് ഏറ്റെടുത്തതും. കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ ദിവസം കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വൻ മാധ്യമ പടയുമാണ് തമ്പടിച്ചിരുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയിലായിരുന്നു അധികൃതർ. എന്നാൽ അവിടെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അതിനാടകീയമായ രംഗങ്ങളായിരുന്നു. കൃത്യം രാവിലെ 10:25ഓടെയാണ് കറുത്ത നിറത്തിലുള്ള പുത്തൻ ആഡംബരക്കാരായ ഇന്നോവയിൽ വീണ വിജയൻ കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിലെത്തുന്നത്. ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസും അവർക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. കറുത്ത കാർ, കറുത്ത വസ്ത്രധാരണം, മുഖം പൂർണ്ണമായി മറയ്ക്കുന്ന കറുത്ത മാസ്ക് എന്നിങ്ങനെ ആകെ മൊത്തം ഒരു ബ്ലാക്ക് തീമിലാണ് വീണ എത്തിയത്. മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളെ പൂർണ്ണമായും വെട്ടിച്ച് കാർ നേരിട്ട് ED ഓഫീസിന്റെ പ്രധാന ഗേറ്റിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റാനായിരുന്നു അവരുടെ ആദ്യ പ്ലാൻ. കാറിനകത്തു നിന്നും ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകർ പരമാവധി ശ്രമിച്ചെങ്കിലും കറുത്ത മാസ്കും വശങ്ങളിലെ ഗ്ലാസുകളും കാരണം മുഖം വ്യക്തമാകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ആഭ്യന്തരമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ മുൻകൂർ നിർദ്ദേശങ്ങളും ഇടപെടലുകളും കാരണമാണ് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന കേരള പോലീസ് ഇവിടെ അപ്രതീക്ഷിതമായി ഇടപെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി വീണയുടെ ആഡംബര കാർ ED ഓഫീസിന്റെ പ്രധാന ഗേറ്റിന് പുറത്തു തന്നെ പോലീസ് തടഞ്ഞു. വാഹനം അകത്തേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറാകാതിരുന്നതോടെ വീണയുടെ ആദ്യ പ്ലാൻ പാളുകയും അവർക്ക് കാറിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വരികയും ചെയ്തു. പെട്ടെന്നുണ്ടായ ഈ തടസ്സത്തിൽ സാധാരണക്കാർ പതറിപ്പോകുമെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും കൂളായുമാണ് വീണ വിജയൻ കാറിൽ നിന്നിറങ്ങിയത്. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളുമായി വളഞ്ഞെങ്കിലും അവരോടൊന്നും ഒരു അക്ഷരം പോലും പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല. വളരെ വേഗത്തിൽ നടന്ന കൃത്യം 10:28 തന്നെ അവർ ED ഓഫീസിന്റെ കെട്ടിടത്തിനുള്ളിലേക്ക് കയറിപ്പോയി. സിനിമ സ്റ്റൈലുള്ള എൻട്രി രാഷ്ട്രീയ വൃത്തങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ തോതിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചു. ED ഓഫീസിനുള്ളിലേക്ക് പ്രവേശിച്ച വീണ വിജയന് പ്രാഥമികമായി ചില സുരക്ഷാ പരിശോധനകൾക്കായി കുറച്ചു സമയം കാത്തു നിൽക്കേണ്ടി വന്നു. അതിനുശേഷമാണ് EDയുടെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ സംഘത്തിന് മുന്നിലേക്ക് ചോദ്യം ചെയ്യലിനായി അവർ എത്തിയത്. ED കേസിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവയാണ്. എക്സാലോജിക് കമ്പനി CMRL നൽകിയെന്ന് പറയുന്ന IT സേവനങ്ങളുടെ യഥാർത്ഥ തെളിവുകൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഡിജിറ്റൽ രേഖകളും ലോഗ് ഫയലുകളും ഇവിടെ. CMRL നിന്നും എക്സാലോജിക്കിന്റെയും വീണ വിജയന്റെയും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെ കൃത്യമായ സ്രോതസ്സും അതിന്റെ വിനിയോഗവും എങ്ങനെയായിരുന്നു? കമ്പനികൾ തമ്മിൽ ഒപ്പിട്ട കരാറുകൾ നിയമപരമായി നിലനിൽക്കുന്നതാണോ അതോ പണം കൈമാറാൻ വേണ്ടി മാത്രം കൃത്രിമമായി ഉണ്ടാക്കിയതാണോ? മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വളരെ കടുത്ത ചോദ്യങ്ങളായിരുന്നു വീണയ്ക്ക് നേരിടേണ്ടി വന്നത്. ED ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും മറ്റ് സാക്ഷികളും മൊഴികളും മുൻനിർത്തിയായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടന്നിരുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമാണ്. ഇത് ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഈ സംഭവത്തെ വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ കുടുംബം നേരിട്ട് അഴിമതിയിൽ പങ്കാളിയാണെന്ന തങ്ങളുടെ ആരോപണം അടിവരയിടുന്നതാണ് ഈ ചോദ്യം ചെയ്യലെന്നാണ് ഭരണപക്ഷ നേതാക്കളുടെ വാദം. പോലീസിന്റെ ഇടപെടലും രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശങ്ങളും കൃത്യമായ നിയമപാലനത്തിന്റെ ഭാഗമാണെന്നും നിയമത്തിന് മുന്നിൽ ആരും തുല്യരാണെന്നും ഭരണപക്ഷം വ്യക്തമാക്കുന്നു. മറുവശത്ത് പ്രതിപക്ഷ കക്ഷിയായ CPMഉം ഇടതുമുന്നണിയും ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമായാണ് കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നാണ് അവരുടെ ആക്ഷേപം. വീണ വിജയൻ ഒരു സ്വതന്ത്ര വ്യവസായിയാണെന്നും രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ബിസിനസ് ഇടപാടുകളെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഭരണപക്ഷവും കേന്ദ്രവും ശ്രമിക്കുന്നതെന്നും അവർ വാദിക്കുന്നു. കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിൽ അരങ്ങേറിയ കറുത്ത കാറും കറുത്ത മാസ്കും ധരിച്ചുള്ള വീണ വിജയന്റെ വരവ് വെറും ഒരു ദൃശ്യവിരുന്ന് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ സൂചന കൂടിയാണ്. വരും ദിവസങ്ങളിൽ ED ഓഫീസിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളും ചോദ്യം ചെയ്യലിന്റെ പുരോഗതിയും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. വൻ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ ശരിയാവുകയാണെങ്കിൽ അത് കേരളത്തിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും ആകെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കും എന്നതിൽ തർക്കമില്ല.